ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്ന ഉലുവ വിളയിച്ചതാണ്. അതീവ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് ഉലുവ കൊണ്ട് തയ്യാറാക്കുന്ന ഈ മരുന്ന്. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നാം കഴിക്കേണ്ടതും ഈ പ്രതിരോധ ശക്തി കുറഞ്ഞു വരുന്ന ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുമായ ഒന്നാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ മാത്രമല്ല, അല്ലാതെയും നമുക്കിത് എപ്പോൾ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ്. അപ്പം നമ്മൾ ഒരു കപ്പ് ഉലുവയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തലേന്ന് തന്നെ ഒരു 10-12 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്താനിട്ടതിന് ശേഷമാണ് കേട്ടോ നാം ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് വരുന്ന ഉലുവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു 200 ഗ്രാമോളം വരുന്ന കരിപ്പെട്ടിയാണ് നാം ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ശർക്കര ഉപയോഗിക്കാം, പക്ഷേ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലത് കരിപ്പെട്ടി തന്നെയാണ്. അവർക്ക് ശർക്കര ചേർക്കുമ്പോൾ ശർക്കര മധുരത്തിൻ്റെ അളവ് നോക്കി വേണം നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട്. അപ്പം 250 ഗ്രാം വരുന്ന കരിപ്പെട്ടി എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു അടി കട്ടിയുള്ളൊരു പാത്രം, ഉരുളിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ച ഉലുവ അതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിം വെച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഉലുവ ഇവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് അതിലെ വെള്ളമൊക്കെ ഒരു പറ്റി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഇച്ചിരി മധുരം വേണം, കാരണം ഈ കരിപ്പെട്ടി പാനിയിൽ കിടന്ന് വേണം നമ്മുടെ ഈ ഉലുവ അതിൽ നന്നായിട്ട് കിടന്ന് വെന്ത് ആ മധുരം, അതായത് ഉലുവയിലുള്ള കയ്പ്പ് ഈ മധുരം പിടിച്ച് ആ കയ്പ്പിൻ്റെ ഒരളവ് കുറഞ്ഞു വരും. അതുവരെ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ഇത് ചെയ്യണം. എങ്കിലേ പെട്ടെന്ന് കൂട്ടിയിട്ട് അതങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഉലുവയിൽ അതിൻ്റെ ആ കരിപ്പെട്ടിയുടെ മധുരം പിടിച്ച് ആ കയ്പ്പ് കുറയില്ല. അപ്പം നമ്മുടെ ഇളക്കി ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഈ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി ഉണങ്ങി വെച്ച എള്ള് വേണം നമ്മൾ ചേർക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ഒരു തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇളക്കുമ്പോൾ തോന്നും ഇത് കട്ടിയൊന്നും ആയിട്ടില്ല, കണക്ക് പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം കാരണം ഒരു 3/4 മണിക്കൂറോളം തന്നെ നമ്മൾ കണ്ടായിരുന്നല്ലോ ആ കരിപ്പെട്ടപ്പാനി കിടന്ന് അത് നല്ലതായിട്ട് വെന്ത് അതിൽ മധുരമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങയും എള്ളും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു ഇത്തിരി ഏലക്കായും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചോ ചതച്ചോ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു 2 സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കറുത്ത എള്ള് 2 സ്പൂൺ ചേർത്തു, അതുപോലെ തന്നെ വെളുത്ത എള്ളും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉലുവ വളരെ ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേസമയം തന്നെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും രക്തക്കുഴലുകൾ വൃത്തിയായി സൂക്ഷിക്കാനും ഹൃദയാഘാതം, പക്ഷപാതം തുടങ്ങിയ ഹൃദ്രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനൊക്കെ ഉലുവ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഉലുവ വിളയിച്ചത് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എള്ളും അതുപോലെ തന്നെ അറിയാം, പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് എള്ള്. പ്രോട്ടീൻ, ധാതുക്കൾ, വിറ്റാമിനുകൾ, ആൻറ്റി ഓക്സിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് എള്ള്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസർ സാധ്യത കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിളർച്ച പോലുള്ളവ കുറയ്ക്കാനൊക്കെ, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനൊക്കെ എള്ള് എന്ന് പറയുന്നത് അത്യുത്തമമാണ്. അപ്പം നമ്മുടെ ഉലുവ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. കയ്പൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഈ കുറയുന്ന സമയത്ത് കഴിക്കാനും നമ്മുടെ ശരീരത്തിന് ബലമുണ്ടാകാനും മുട്ടിന് വേന, ദേഹത്ത് വേനയൊക്കെ മാറാൻ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു വീഡിയോയായി കാണാം.